Hi everyone, this is me, Renjith sir, and welcome back to our science class. And today we are going to study a new chapter, force and energy. Force and energy. And energy. Okay. So in your previous class, I think you studied what is force and energy. Here this chapter we are going to study types of force, simple machines, and different types of forms of energy, etc. So it is very important chapter because it is the basics of force, energy. When you go to higher classes, the applications of force and energy you will study. So very seriously study this chapter, force and energy. Force is nothing but it is the push or pull. Sometimes you studied in your lower class, push or a pull is known as force. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുഷ് ഓർ പുള്ള്, ഒരു തള്ളലോ ഒരു വലിക്കോ ഒക്കെയാണ്. നമ്മളിങ്ങനെ ഈ ഡെസ്ക് പുള്ള് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫോഴ്സ് വേണം ഇത് നീങ്ങണമെങ്കിൽ. ഈ ഡെസ്ക് നമ്മളിങ്ങനെ പുള്ള് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോഴ്സ് വേണം. അപ്പോൾ ഫോഴ്സിനെ നമുക്ക് സാധാരണയായിട്ട് പറയാവുന്നതാണ് എ പുഷ് ഓർ എ പുൾ ഈസ് നോൺ ആസ് ഫോഴ്സ്. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തള്ള്, ഒരു വലി, ഒരു പുഷ്, ഒരു പുള്ളൊക്കെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ആക്ഷൻ കാണിച്ചാലും നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം, അല്ലേ? നമുക്ക് എഴുതണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. ഈ ഒബ്ജക്റ്റ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. ഹിയർ സം സിറ്റുവേഷൻ ഇൻ ഫിഗർ 4.1. നിങ്ങൾ നോക്കിയേ, ഒരു ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഹിറ്റ് എ ബോൾ, ഒരു ബോൾ ചെയ്യുന്നു, ഹിറ്റ് എ ബോൾ. എന്ത് സംഭവിക്കുന്നു? വെൻ വി അപ്ലൈ എ ഫോഴ്സ്, ബോൾ ചേഞ്ചസ് ഇറ്റ് ഡയറക്ഷൻ. അപ്പം വെൻ വി അപ്ലൈ എ ഫോഴ്സ്, ഡയറക്ഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ചേഞ്ചസ്. അതുപോലെ അനദർ എക്സാമ്പിൾസ് there is playing a football and pushing a car and so many situations are there. Look at all the situation we need a force, അല്ലേ? എല്ലാ സിറ്റുവേഷനിലും ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സ്റ്റേഷൻ, നമ്മളിപ്പോൾ ഇമാജിൻ ദാറ്റ് ദർ ഈസ് എ ഫുട്ബോൾ. വെൻ വി കിക്ക് ദ ഫുട്ബോൾ, നമ്മൾ ഫുട്ബോൾ കിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫുട്ബോൾ എങ്ങനെയായിരുന്നു? സ്റ്റോപ്പ് ആയിട്ടിരിക്കുമായിരുന്നു, സ്റ്റേഷനറി ആയിരുന്നു, നോട്ട് മൂവ്. ആഫ്റ്റർ അപ്ലൈയിങ് ദ ഫോഴ്സ്, വാട്ട് വിൽ ഹാപ്പൻ? ദി ബോൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ടു മൂവ്. ബോള് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഗോൾ അടിക്കാൻ വേണ്ടി പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഒരു കിക്ക് എടുക്കുന്നു. വെൻ എ കിക്കർ, ദ പ്ലെയർ അപ്ലൈ എ ഫോഴ്സ് ഓൺ ദി ബോൾ, ദി ഫോഴ്സ് ലെറ്റ്സ് സ്റ്റാർട്ട് ടു ദി മൂവ്. വാട്ട് ഹാപ്പൻ? ദി goalkeeper try to catch the ball. That means a moving ball can be stopped by using force. ഒരു മൂവ് ചെയ്യുന്ന ബോള് ഫോഴ്സ് ഉപയോഗിച്ച്, ഗോൾ കീപ്പറിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സിന് സ്റ്റോപ്പായിട്ടുള്ളൊരു ബോള് എ ബോൾ ക്യാൻ സ്റ്റാർട്ട് മൂവ്. ഒരു സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ബോളിനെ മൂവ് ചെയ്യിക്കാൻ വി നീഡ് എന്ത് വേണം? ഫോഴ്സ് വേണം, അല്ലേ? ഫോഴ്സ് വി നീഡ്. എ ബോൾ ക്യാൻ സ്റ്റാർട്ട് ടു മൂവ്. വി നീഡ് ഫോഴ്സ്. അതുപോലെ എ മൂവിംഗ് ബോൾ ക്യാൻ സ്റ്റോപ്പ് എപ്പോൾ? വെൻ വി അപ്ലൈ എ ഫോഴ്സ്. അതായത് ഗോൾ കീപ്പർ ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. മൂവിങ് ബോളിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഗോൾ കീപ്പർ ഒരു ഫോഴ്സ് വേണം. അപ്പോൾ ഫോഴ്സ് ക്യാൻ സ്റ്റോപ്പ് ദ ബോൾ. ഇനി മൂന്നാമത്തെ കാര്യം, ഫോഴ്സ് ക്യാൻ ചേഞ്ച്
the direction of the ball. ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. എക്സാമ്പിൾ എന്താണ്? ഒരു ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ബോൾ ഹിറ്റ് ചെയ്യുന്നു. അപ്പം ബോൾ വന്ന ഡയറക്ഷനിൽ നിന്നും വേറൊരു ഡയറക്ഷനിലേക്ക് മാറുന്നു. അപ്പം ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ബോൾ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് ക്യാൻ സ്ലോ ഡൗൺ ദ മൂവിങ് ഒബ്ജക്റ്റ്. മൂവിങ് ഒബ്ജക്റ്റിനെ സ്ലോ ചെയ്യാൻ പറ്റും. സ്ലോ ഡൗൺ ദ മൂവിങ് ഒബ്ജക്റ്റ്. മൂവിങ് ഒബ്ജക്റ്റിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ഫോഴ്സ് യൂസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കഴിയുമ്പോൾ ചേഞ്ച് ദെയർ ഷേപ്പ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുക, അല്ലേ? ഷേപ്പും സൈസൊക്കെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ്, വെൻ വി അപ്ലൈ ഫോഴ്സ് ദി ഷേപ്പ് ആൻഡ് സൈസ് ചേഞ്ച്. അപ്പം ഷേപ്പും മാറാം, സൈസും മാറാം. പിന്നെ ചെറുതായിട്ട് ഉരുണ്ട് വരുന്ന ബോള് നമ്മളൊരു കിക്ക് കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? മൂവ് ഫാസ്റ്റർ. അപ്പോൾ എന്ത് ചെയ്യാം? വെൻ വി അപ്ലൈ ഫോഴ്സ് ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദ ബോൾ, അല്ലേ? ചേഞ്ച് ദ സ്പീഡ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? വെൻ വി അപ്ലൈ ഫോഴ്സ് എ ബോൾ ക്യാൻ സ്റ്റാർട്ട് ടു മൂവ്. ഒരു സ്റ്റോപ്പിലിരിക്കുന്ന ബോള് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. വെൻ വി അപ്ലൈ ഫോഴ്സ് എ മൂവിങ് ബോൾ ക്യാൻ സ്റ്റോപ്പ്. മൂവ് ചെയ്യുന്ന ബോള് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നു. വെൻ വി അപ്ലൈ ഫോഴ്സ് ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് ദി ബോൾ. ബോൾ വരുന്ന ഡയറക്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് വേണം. When we apply force, slow down the moving ball. A moving ball, fast moving ball can be slowed down by the application of force. Then by the application of force, shape and size changed. We may make a roti or chapati. We apply force, their shapes are changed. They are changing the speed of the ball. Sometimes the slow ball is coming. When we kick that ball, the speed may increase. So we can apply force, the speed also increase. Okay, clear? അപ്പോൾ force is nothing but it is a push or pull. ഒരു പുഷ് ഒരു പുള്ളാണ് ഫോഴ്സ്. ആൻഡ് these are the effects of force. Okay. Then next we are going to study types of force, different types of force. Types of force. പലതരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട്. ഏതൊക്കെ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം? ഏതൊക്കെ ഫോഴ്സ് അറിയാം? ഒരാളെ ഒരു ഹിറ്റ് ചെയ്യുന്നു, ഇടിക്കുന്നു, അടിക്കുന്നു, ഒരു സാധനം എടുക്കുന്നു. വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ്? ബൈ ദ ആക്ഷൻസ് ഓഫ് ദീസ് ഓൾ തിങ്സ് യൂസിങ് ബൈ ദ ആക്ഷൻസ് ഓഫ് അവർ മസിൽസ്. സോ ഇറ്റ് ഈസ് കോൾഡ് മസ്കുലാർ ഫോഴ്സ്. അപ്പോൾ ആദ്യത്തെ ഫോഴ്സ് ആണ് muscular force. First one, muscular force. The name also denote what type of force is this. Muscular, by the actions of muscles. Example പറഞ്ഞേ, by the actions of muscle, these are called muscular force. Running, kicking, pulling, pushing, lifting, all the forces are due to the actions of muscle. This type of force is called muscular force. Example എന്താ? lifting, kicking, pulling, pushing, everything are muscular force. Another kind of force is gravitational force.
ഇപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾ ദ ഒബ്ജക്റ്റ് എർത്ത് അട്രാക്ട് ഓൾ ദ ഒബ്ജക്റ്റ് ടുവേഴ്സ് ഇസ് സെൻറ്റർ. That type of force is called gravitational force. We are able to stay in ground because of gravitational force of earth. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് കൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റുന്നത്, നമുക്ക് നടക്കാൻ പറ്റുന്നത്. എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെയും ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് അട്രാക്ട് ചെയ്യുന്നു. സോ എർത്ത് ഫോഴ്സ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ പുള്ളിങ് all the object down, alle. Such type of force is called gravitational force. Above we are able to gravitational force example, what type of force we are able to stand, nilkan pattunna force ellam gravitational force aanu. We are able to stand. Okay, next another type of force is frictional force. Third one is നമുക്കറിയാം frictional force. When we kick a football, ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു, ആഫ്റ്റർ സംടൈംസ് ഇറ്റ് കംസ് ടു സ്ലോ ആൻഡ് സ്റ്റോപ്പ്. കുറച്ച് കഴിയുമ്പോൾ ഈ ബോൾ സ്റ്റോപ്പ് ആകും. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു, ഈ ബോൾ സ്റ്റോപ്പ് ആകണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. വിച്ച് ഫോഴ്സ് ഇസ് ദാറ്റ് ക്യാൻ അപ്ലൈ വെൻ ദ റോളിംഗ് ബോൾ ഈസ് സ്റ്റോപ്പ്? ഒരു ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ബോൾ സ്റ്റോപ്പ് ആകാൻ ഏത് ഫോഴ്സാണ് അപ്ലൈ ചെയ്തത്? ആരാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്? നമ്മളൊരു ഫുട്ബോൾ കിക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആകും. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വേറൊരു ഒബ്ജക്റ്റ് ഉരുണ്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കൂടെ പോകുമ്പോൾ ഗ്രൗണ്ടിലുള്ള പുല്ലും കല്ലും അതിൻ്റെ മണ്ണും ഒക്കെ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ വെൻ a rolling object, a rolling ball stop after some times, this is the because of the force of friction. Frictional force slow down the moving object. We are able to walk because of frictional force. അപ്പം because of frictional force. Okay, അപ്പം frictional force ഉണ്ടല്ലോ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഫ്രിക്ഷൻ കുറവുള്ളിടത്ത് നമുക്കറിയാം നമ്മൾ സ്ലിപ്പായി വീണ് പോകും. ഫ്രിക്ഷൻ കുറവ്, അത് നല്ല സ്മൂത്തായിട്ട് കിടക്കുന്ന ടൈലേൽ അല്ലെങ്കിൽ മാർബിളേൽ കുറച്ച് എണ്ണ വീണെന്ന് നോക്കി അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കാല് ചവിട്ടി കഴിയുമ്പം തെന്നി അങ്ങ് പോകും അല്ലേ? നമ്മൾ വി ഫെൽ ഡൗൺ ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതുകൊണ്ട് അത് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂവിങ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് റോൾ ചെയ്യുമ്പോൾ അതിനെ സ്റ്റോപ്പ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി അടുത്ത ഒരു ഫോഴ്സ് നിങ്ങൾക്കറിയാം, ഇലാസ്റ്റിക് ഫോഴ്സ്. ഇലാസ്റ്റിക് ഫോഴ്സ് അപ്പം ഓപ്പോസിറ്റ് മൂവിങ് ബോഡി. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദി മൂവിങ് ബോഡിയാണ്. മൂവിങ് ബോഡി ഫ്രിക്ഷണൽ ഫോഴ്സ് മൂവ് ചെയ്യുന്ന ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഇലാസ്റ്റിക് ഫോഴ്സ് നിങ്ങൾക്കറിയാം, റബ്ബർ. എക്സാമ്പിൾ ഏതാ? റബ്ബറൊക്കെ നിങ്ങൾക്കറിയാം, വലിച്ചാൽ നീളുന്ന. അപ്പം വലിച്ചിട്ട് നമ്മളൊരു റബ്ബർ ഇങ്ങനെ വലിച്ചിട്ട് ഒറ്റ പിടിയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കൈക്ക് വേദന എടുക്കും. കാരണം എന്താ? ദർ ഇസ് എ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി ഇലാസ്റ്റിക് ബോഡി. ആ ഒരു ഫോഴ്സ് വലിക്കുമ്പോൾ ഉള്ളൊരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക്. നമ്മൾ അമ്പ് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വലിച്ചിട്ടാണ് വിടുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ഫോഴ്സ്. ദർ ഇസ് എ ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദ വെൻ ദ ബോഡി ഈസ് സ്ട്രെച്ച്ഡ്. ഒരു വലിച്ചു നീട്ടിക്കഴിയുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ഫോഴ്സ്. അടുത്ത ഒരു ഫോഴ്സ് ഉണ്ട് മെക്കാനിക്കൽ ഫോഴ്സ്. അപ്പം നമ്മളൊരു ഉപകരണം, ഏതെങ്കിലും ഉപകരണം, ഇപ്പം സിസേഴ്സ് എടുത്ത് കത്രിക എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു, ദർ ഇസ് എ മെക്കാനിക്കൽ ഫോഴ്സ്. ഒരു പ്ലെയർ എടുത്ത് നമ്മൾ പിരിക്കുന്നു, ദർ ഇസ് എ മെക്കാനിക്കൽ ഫോഴ്സ്.
അപ്പോൾ ഒരു മെഷീൻ വെച്ച് നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്നു, ദർ ഇസ് എ മെക്കാനിക്കൽ ഫോഴ്സ്. ഒരു എന്തെങ്കിലും മെഷീൻ വെച്ച് യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് മെക്കാനിക്കൽ ഫോഴ്സ്. അപ്പോൾ അഞ്ചാമത്തെ ടൈപ്പ് ഫോഴ്സാണ് മെക്കാനിക്കൽ ഫോഴ്സ്. Mechanical force. The mechanical force is arise due to machinery force. മെഷീൻ വെച്ചുള്ള ഫോഴ്സാണ് മെക്കാനിക്കൽ ഫോഴ്സ്. നമുക്കറിയാം മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ ദ മെഷീൻ വെച്ച് ഫോം ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും നമ്മൾ മെക്കാനിക്കൽ ഫോഴ്സ് എന്നറിയാം. എക്സാമ്പിൾ, എ പെയർ ഓഫ് സിസേഴ്സ് യൂസ്ഡ് മെക്കാനിക്കൽ ഫോഴ്സ് കട്ട് സംതിങ്. ഒരു സിസർ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു മെക്കാനിക്കൽ ഫോഴ്സാണ്. ഇനി നമ്മളിവിടെ കുറച്ച് സിമ്പിൾ മെഷീൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സിമ്പിൾ മെഷീൻസിലെ ലിവർ, പുള്ളി, വീൽ ആൻഡ് ആക്സിൽ, സ്ക്രൂസ്, ഇതെല്ലാം മെക്കാനിക്കൽ ഫോഴ്സിന് എക്സാമ്പിളാണ്. അനദർ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ബോയണന്റ് ഫോഴ്സ് ഓർ അപ്ത്രസ്റ്റ്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നതാണ്. എങ്കിലും നിങ്ങൾ ജസ്റ്റ് നമുക്കിവിടെ പഠിക്കാം ബോയണന്റ് ഫോഴ്സ്. ബോയാൻ ഫോഴ്സ് ഓർ അപ്ത്രസ്റ്റ് എന്ന് പറയാം. അപ്ത്രസ്റ്റ്. അപ്പോൾ ഈ ബോയാൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വെള്ളത്തിലേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുപ്പി എടുത്ത് അതിൻ്റെ ബോട്ടിലൊക്കെ അടച്ച് ആ വെള്ളത്തിലേക്ക് മുക്കി കഴിയുമ്പോൾ വെള്ളം തിരിച്ച് കുപ്പിയിലേക്ക് ഇങ്ങോട്ട് പൊക്കി വരുന്നതാണ്. നമ്മൾ ആ കുപ്പി ഇങ്ങനെ മുക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുപ്പി അല്ലെങ്കിൽ ആ പാത്രം തിരിച്ച് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ആരാണ് ഇതിനെ പൊക്കി വിട്ടത്? ദർ ഈസ് എ ഫോഴ്സ് ഇൻ ദ വാട്ടർ, ദാറ്റ് അപ്ത്രസ്റ്റ്. മുകളിലേക്ക് ഒരു ഫോഴ്സ്, വെള്ളം എല്ലാത്തിനെയും. അപ്പോൾ എങ്ങനെയാണ് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? എത്രയും വെയിറ്റ് ഉള്ള കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ദർ ഈസ് എ ഫോഴ്സ് എക്സേർട്ടഡ് വാട്ടർ ടു ദി ഷിപ്പ്. അപ്പോൾ ആ ഷിപ്പിലേക്ക് വാട്ടർ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ബൊയാന്റ് ഫോഴ്സ് എന്ന് പറയും, ഓർ അപ്ത്രസ്റ്റ് എന്ന് പറയും. നമുക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ഒക്കെ പറ്റുന്ന ഫോഴ്സാണ്. വെള്ളത്തിലൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് തോന്നിക്കുന്നില്ല, കാരണം വാട്ടർ ഈസ് ഓൾസോ സപ്പോർട്ടിങ് ദാറ്റ് ഒബ്ജക്റ്റ്. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ബൊയാന്റ് ഫോഴ്സ്. അപ്പോൾ അങ്ങനത്തെ അതാണ് ബൊയാന്റ് ഫോഴ്സ് ഓർ അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ അപ്ത്രസ്റ്റ് എന്ന് പറയും. ദർ ആർ അതർ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ലൈക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അബൌട്ട് വിച്ച് യു വിൽ ലേൺ ഇൻ ഹയർ ക്ലാസ്സസ്. വേറെ 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അപ്പം എത്ര ഫോഴ്സ് പഠിച്ചു? മസ്കുലാർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ്, ബൊയാൻ ഫോഴ്സ്. ഇനി വേറെ ഒരു 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് കൂടെ ഉണ്ട്. മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ എത്ര ടൈപ്പ് ഫോഴ്സ് ഉണ്ട്? 7, 8 ടൈപ്പ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്നാൽ നമുക്കറിയാം, 2 മാഗ്നറ്റ് തമ്മിൽ അടുത്ത് വരുമ്പോൾ അത് ചിലപ്പോൾ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് ഒരു അയൺ ഒബ്ജക്റ്റിനെ, ഒരു പിന്നോ ഒരു എന്തെങ്കിലും ഒരു അയൺ ഒബ്ജക്റ്റിനെ, കോയിൻസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റിന് ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. അത് നിങ്ങൾ ഹയർ ക്ലാസ് കൂടുതൽ പഠിക്കും. ഇവിടെ കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നമ്മളൊരു നമ്മളൊരു സ്കെയിലൊക്കെ റബ്ബ് ചെയ്തിട്ട് പേപ്പറെ കാണിച്ചു കഴിഞ്ഞാൽ പേപ്പർ അട്രാക്ട് ചെയ്യും. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ്, ഒരു ചാർജിങ് ഒബ്ജക്റ്റിനുണ്ടാകുന്ന ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇത് ഡസൻറ്റ് മാറ്റർ, ഇത് ജസ്റ്റ് ആ ഫോഴ്സ് ഏതൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇതൊന്നും ഡീപ്പായിട്ട് പഠിക്കേണ്ടതില്ല. എത്ര ടൈപ്പ് ഫോഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫോഴ്സ് ആൻഡ് എനർജി എന്നുള്ള ചാപ്റ്ററിൽ വാട്ട് ഈസ് ഫോഴ്സ്, പുഷ് ഓർ പുൾ ഈസ് ഫോഴ്സ്, ഫോഴ്സ് ഈസ് നോൺ ആസ് എ പുഷ് ഓർ പുൾ. എഫക്ട്സ് ഓഫ് ഫോഴ്സ് പഠിച്ചു. എഫക്ട്സ് ഓഫ് ഫോഴ്സ് എന്ന മൂവ് ഫോഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, stop a moving object, make moving object move faster, slows down the moving object, change in the direction of moving object, change in the shape and size of the object. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എഫക്ട്സ് ഓഫ് ഫോഴ്സ്. ഇനി ടൈപ്സ് ഓഫ് ഫോഴ്സ് പഠിച്ചു.
ടൈപ്സ് ഓഫ് ഫോഴ്സ് പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് മസ്കുലാർ ഫോഴ്സ്. നമ്മളിവിടെ പഠിച്ചു മസ്കുലാർ ഫോഴ്സ് ഡ്യൂ ടു ദി ആക്ഷൻസ് ഓഫ് മസിൽ ലിഫ്റ്റിംഗ്, കിക്കിംഗ്, പുള്ളിംഗ്, പുഷിംഗ്, എവറിത്തിങ് ഈസ് മസ്കുലാർ ഫോഴ്സ്. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. വെൻ വി പുഷ്, pull, lift something, we apply muscular force. On television, you must have seen the astronaut floating in space. They are able to float because there is no gravitational force of pulling them down. We are able to stay on ground because of gravitation force. അപ്പം രണ്ടാമത്തെ ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അസ്ട്രോനോട്ട് ബഹിരാകാശ യാത്രികരൊക്കെ ഈ വായുവിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാം. കാരണം എന്നാ, താഴേക്ക് ഒരു പുള്ള്, എർത്ത്, ബഹിരാകാശത്ത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് എർത്ത് വലിക്കുന്ന ആ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് വി ആർ ഏബിൾ ടു സ്റ്റാൻഡ്, നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ. തേർഡ് ടൈപ്പ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കറിയാം റോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആഫ്റ്റർ സംടൈംസ് ഇറ്റ് വിൽ സ്റ്റോപ്പ്. That is the force is opposing the moving body. That is what is called frictional force. ഒരു ഉരുളുന്ന ഒബ്ജക്റ്റിന് എതിരായിട്ടുള്ള ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്ക് വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ നിൽക്കാൻ കാരണം ഫ്രിക്ഷണൽ ഫോഴ്സാണ്. റോഡും ടയറുമായിട്ടുണ്ടാകുന്ന ഫ്രിക്ഷൻ, അതാണ് നമുക്ക് വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി നിൽക്കുന്നത്. അങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ് ധാരാളമുണ്ട്. നമ്മൾ ഫ്രിക്ഷൻ യൂസ് ചെയ്ത്, നമുക്ക് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഫ്രിക്ഷൻ ഇല്ലാതെ നമ്മൾ തെന്നി വീണ് പോയതിന്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹെൽപ്പ് ടു സ്റ്റേ ദെയർ ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് സ്ലോ ഡൗൺ ദ മൂവിങ് ഒബ്ജക്റ്റ്. മൂവിങ് ഒബ്ജക്റ്റിനെ സ്ലോ ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അടുത്ത ഫോഴ്സ് നമ്മൾ പഠിച്ചു ഇലാസ്റ്റിക് ഫോഴ്സ്. നമുക്കറിയാം റബ്ബർ വലിച്ചിട്ട് നമ്മൾ വിട്ട് കഴിയുമ്പോൾ നമുക്ക് വേദന എടുക്കും, കാരണം ദർ ഇസ് എ ഫോഴ്സ്. ഇലാസ്റ്റിക് ഫോഴ്സ് പഠിച്ചു. അടുത്ത മെക്കാനിക്കൽ ഫോഴ്സ് പഠിച്ചു. ഓൾ ദ മെഷീൻസ് ആർ അപ്ലൈയിങ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് മെക്കാനിക്കൽ ഫോഴ്സ്. പിന്നെ ബൊയാൻ ഫോഴ്സ് പഠിച്ചു. ബൊയാൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ബൊയാൻ ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്നാന്ന് പഠിച്ചു. മാഗ്നറ്റിൻ്റെ അകത്തുണ്ടാകുന്ന ഫോഴ്സാണ്, മാഗ്നറ്റ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാന്ന് പഠിച്ചു. ചാർജുള്ള ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, വെൽ, ഇനി നമുക്ക് ജസ്റ്റ് സിമ്പിൾ മെഷീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആയതിനാൽ നമുക്ക് ഒത്തിരി പഠിക്കേണ്ട, കാരണം നിങ്ങൾ നന്നായിട്ട് വായിച്ച് വീണ്ടും വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സിമ്പിൾ മെഷീൻ. നമ്മുടെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഉപകരണങ്ങൾ ഉപയോഗിക്കും, അല്ലേ? ദാറ്റ്സ് മെഷീൻസ് ആർ കോൾഡ് സിമ്പിൾ മെഷീൻസ്. Okay, let's go to the chapter, the portion. We can see, we can read what is simple machine. Simple machine are the tool which make our work easier and faster. നമ്മുടെ വർക്ക് പെട്ടെന്ന് ചെയ്യാനും ഈസിയർ ആയിട്ട് ചെയ്യാനും ഉള്ള ഒരു മെഷീനറീസിനെയാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. They help us to do work by applying force at the convenient point which either changes the direction of force or increases the force applied. Some examples of simple machines are lever, inclined plane, wheel and axle, pulley and screw. അപ്പോൾ സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ഈസി ആക്കുന്ന മെഷീനാണ് സിമ്പിൾ മെഷീൻസ്. സിമ്പിൾ മെഷീൻസ് ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ചിലപ്പോൾ അത് വേറൊരു ഭാഗത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കുന്ന ടൈപ്പ് ഫോഴ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിസർ, നമ്മൾ അതിൻ്റെ എൻഡിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ ഒബ്ജക്റ്റ് കട്ട് ചെയ്യാൻ ആ സിസറിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ സിസർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ മെഷീൻ. അതുപോലെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ലിവർ, ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ പ്രതലം. ഓക്കെ, ലിവർ എന്ന് പറയുന്നത് സിമ്പിൾ മെഷീൻ്റെ ഒരു ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ലിവറിനകത്ത് വരുന്ന സംഭവങ്ങളാണ് കോമൺലി യൂസ്ഡ് ടൂൾസ് ലൈക്ക് പ്ലെയർ ലിവറിനകത്ത് വരുന്നതാണ്. ബോട്ടിൽ ഓപ്പണർ, ബോട്ടിൽ നമ്മൾ സോഡാക്കി ഓപ്പണർ. സ്വീസേഴ്സ്, ചവണ എന്ന് പറയുന്ന സംഭവം. ആൻഡ് ഹാമർ, ചുറ്റിക. ഇതെല്ലാം ലിവറിനകത്ത് പെടുന്നതാണ്. ലിവർ എന്ന് പറഞ്ഞ ആ സിമ്പിൾ മെഷീനകത്ത് പെടുന്നതാണ് ഈ മെഷീൻസ് എല്ലാം. ഹാവ് യു സീൻ സമ്മൺ യൂസിങ് എ റോഡ് ടു ലിഫ്റ്റ് എ ഹെവി ഒബ്ജക്റ്റ്? നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ വലിയ പാറയൊക്കെ മറിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു
ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇവിടെ വലിയ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ പൊക്കും അല്ലേ. ഒരു വലിയ ഒബ്ജക്റ്റ്, വെയിറ്റ് കൂടിയ ഒബ്ജക്റ്റ്, ഒരു റോഡ്, ഒരു നേരെയുള്ള കമ്പി പോലത്തെ റോഡ് വെച്ച് മറിക്കാൻ നമ്മളിങ്ങനെ പൊക്കും അല്ലേ. അങ്ങനത്തെ അത് ഒരു സിമ്പിൾ ട്രിക്കാണ്, അല്ലാതെ നമുക്ക് ചുമ്മാ ചെന്നിങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അത് പൊങ്ങത്തില്ല. ഓക്കെ, ഹാവ് യു ഹി പുഷ്ഡ് വൺ എൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിഗർ നോക്കിയേ, ഫിഗർ 4.3. എ പേഴ്സൺ യൂസിങ് എ റോഡ് ടു ലിഫ്റ്റ് ദ ഹെവി റോക്സ്. നോക്കാം. അപ്പം എഫേർട്ട് എവിടെയാണ് കൊടുക്കുന്നത്? എഫേർട്ട്, ലോഡ്, ഫൾക്രം. അപ്പം നിങ്ങൾ നോക്കി, എ സ്മോൾ സ്റ്റോൺ ഈസ് കെപ്റ്റ് ആസ് എ സപ്പോർട്ട് ഫോർ ദ റോഡ്. അപ്പോൾ ഈ റോഡിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്മോൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. വെരി ക്ലോസ് ടു ദി റോക്സ് അണ്ടർ ദി റോഡ്. ഹി യൂസസ് ഡൗൺവേർഡ് ഫോഴ്സ്. അയാൾ എങ്ങോട്ടാ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഡൗൺവേർഡ് ഫോഴ്സ്. ഓൺ ദി അതർ എൻഡ് ഓഫ് ദി റോഡ് റോക്സ് ഈസ് ലിഫ്റ്റഡ് അപ്വേർഡ്. ഹി ഈസ് ദ റോഡ് ഈസ് എ ലിവർ. ഹിയർ ദ റോഡ് ഈസ് എ ലിവർ. ദ വെയിറ്റ് ലിഫ്റ്റഡ് ബൈ പേഴ്സൺ ഈസ് ലോഡ്. The point of the support or the pivot point of the rod where it touches the small stone is called fulcrum. The force is used in the effort. Levers can be classified according to the position of the fulcrum, load and effort. When the fulcrum is between the load and effort, the first class lever. When the load is between the fulcrum and effort, it is a second class lever. When the effort is between the fulcrum and load, it is a third class lever. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഹിയർ നമ്മൾ ടൈപ്പ് ഓഫ് ഫോഴ്സസ് പഠിച്ചു. ഇനി ലിവർ നമ്മൾ പഠിക്കാൻ പോകുന്ന ലിവറാണ്. ഓക്കെ, ലിവർ. അപ്പോൾ നമ്മൾ ഒരു ലിവർ, ഒരു ഹെവി ഒബ്ജക്റ്റിനെ പൊക്കണമെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടായിട്ടൊരു ചെറിയ കല്ല് കൊടുക്കുന്നു അല്ലേ. എന്നിട്ട് ഇവിടെ നിന്ന് ഒരാൾ താഴേക്ക് ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹെവി ഒബ്ജക്റ്റിനെ ഒരു റോഡ് വെച്ചിട്ട് പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ തടിപ്പണിക്കാരൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അവിടെ നമ്മുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എഫേർട്ട്, ഇവിടെയാണ് എഫേർട്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന് പറയുന്ന പേരാണ് ഫൾക്രം. ഇതാണ് ലോഡ്. ലോഡ്. അപ്പം എഫേർട്ട്, ഫൾക്രം, ലോഡ്. ഈ ലോഡിന് നമുക്ക് എൽ എന്നുള്ള ലെറ്റർ കൊടുക്കാം, എഫേർട്ടിന് ഇ എന്നുള്ള ലെറ്റർ കൊടുക്കാം, ഫൾക്രത്തിന് എഫ് എന്നുള്ള ലെറ്റർ കൊടുക്കാം. അപ്പം ഈ ഫൾക്രം, എഫേർട്ട്, ലോഡ് ഇവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ സിമ്പിൾ മെഷീനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് മെഷീൻ, സെക്കൻഡ് ക്ലാസ് ആൻഡ് തേർഡ് ക്ലാസ് മെഷീൻസ്. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ലിവർ, മെഷീൻസ് എന്നല്ല, ഫസ്റ്റ് ക്ലാസ് ലിവർ, സെക്കൻഡ് ക്ലാസ് ലിവർ ആൻഡ് തേർഡ് ക്ലാസ് ലിവർ. ഓക്കെ, ഈ ഫൾക്രം, എഫേർട്ട്, ലോഡ് ഇവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഫസ്റ്റ് ക്ലാസ് ലിവർ, സെക്കൻഡ് ക്ലാസ് ലിവർ ആൻഡ് തേർഡ് ക്ലാസ് ലിവർ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ലിവറിൽ ഫൾക്രം ഈസ് ബിറ്റ്വീൻ ദി ലോഡ് ആൻഡ് എഫേർട്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ലിവറിന് എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് ക്ലാസ് ലിവർ ഈസ് ഫൾക്രം ഈസ് ബിറ്റ്വീൻ ദി എഫേർട്ട് ആൻഡ് ലോഡ്. ലോഡിനും എഫേർട്ടിനും നടുക്ക് വരുന്ന ഫൾക്രം വന്നു കഴിഞ്ഞാൽ അതിനെ ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറയും. ഇനി അതിൻ്റെ എക്സാമ്പിളാണ് പ്ലെയേഴ്സ്, ഹാമർ ഒക്കെ എക്സാമ്പിളാണ്. അവിടെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്ലാസ് ലിവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലോഡ് ഈസ് ബിറ്റ്വീൻ ദ ഫൾക്രം ആൻഡ് എഫേർട്ട്. നടുക്ക് വരുന്നത് ലോഡായിരിക്കും. ഫൾക്രത്തിൻ്റെയും എഫേർട്ടിൻ്റെയും നടുക്ക് വരുന്നത് ലോഡായിരിക്കും. അങ്ങനത്തെ
മെഷീൻസ് ലിവേഴ്സ് ആണ് സെക്കൻഡ് ക്ലാസ് ലിവേഴ്സ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ബോട്ടിൽ ഓപ്പണർ ആൻഡ് നട്ട് ക്രാക്കർ, വീൽ ബാരോ, ഇതെല്ലാം നിങ്ങൾ നോക്കിയേ അവിടെ കൊടുത്തിട്ടുണ്ട്. എഫേർട്ട്, നമ്മൾ ബോട്ടിൽ ഓപ്പണറിൻ്റെ എഫേർട്ട് മുകളിലേക്കും ലോഡ് താഴേക്കും ഫൾക്രം മുകളിലേക്കും. അപ്പം ലോഡ് നടുക്ക് വരുന്നു ബോട്ടിൽ ഓപ്പണർ, എഫേർട്ടും ഫൾക്രമും രണ്ട് സൈഡിലും വരുന്നതാണ് സെക്കൻഡ് ക്ലാസ് മെഷീൻസ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ പഠിക്കണം. ഇനി തേർഡ് ക്ലാസ് മെഷീൻസ്, തേർഡ് ക്ലാസ് ലിവർ എന്ന് പറഞ്ഞാൽ when the effort is between the fulcrum and load, എഫേർട്ട് ഫൾക്രത്തിനും ലോഡിനും ഇടയ്ക്ക് വന്നാൽ അത് തേർഡ് ക്ലാസ് മെഷീൻ. എക്സാമ്പിൾ ഫിഷിംഗ് റോഡ്, ഐസ് സ്റ്റോൺസ്, ട്വീസ്വേഴ്സ്, ഓക്കെ, പ്ലക്കർ, ഐസ് സ്റ്റോൺസ്, ഫിഷിംഗ് റോഡ്, ചൂണ്ട ഒക്കെ തേർഡ് ക്ലാസ് മെഷീൻസിന് എക്സാമ്പിളാണ്. അപ്പം തേർഡ് ക്ലാസ് മെഷീൻസ് സെൻട്രിൽ വരുന്ന ഏതാണ്? എഫേർട്ട്. ഓക്കെ, ലോഡും ഫൾക്രവും നടുക്ക് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഓക്കെ, എക്സാമ്പിൾസും പഠിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് നിർത്താൻ കാര്യം, സിമ്പിൾ മെഷീൻ ഇച്ചിരി നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. അടുത്ത നിങ്ങൾ മാക്സിമം വായിച്ച് നോക്കുക. ലിവേഴ്സിന് എക്സാമ്പിളാണ് പ്ലയേഴ്സ്, ബോട്ടിൽ ഓപ്പണർ, ട്യൂസേഴ്സ്, ഹാമർ. ഇതിനകത്ത് തന്നെ 3 ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ലിവർ ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ലിവർ ഉണ്ട്, തേർഡ് ക്ലാസ് ലിവർ ഉണ്ട്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് എഫേർട്ടിനും ഫൾക്രത്തിനും ലോഡും അനുസരിച്ചാണ്. എഫേർട്ടും ലോഡും നടുക്ക് ഫൾക്രവും വന്നാൽ അത് ഫസ്റ്റ് ക്ലാസ് ലിവറാണ്. എഫേർട്ടും ഫൾക്രവും നടുക്ക് ലോഡും വന്നാൽ സെക്കൻഡ് ക്ലാസ് ലിവറാണ്. ലോഡ് ഫൾക്രം നടുക്ക് എഫേർട്ട് വന്നാൽ അത് തേർഡ് ക്ലാസ് ലിവറാണ്. അത് എക്സാമ്പിളും ഓരോ ക്ലാസ്സിന് എക്സാമ്പിൾ പഠിക്കുക. ഓക്കെ, റീഡ് വെരി കെയർഫുള്ളി, സ്റ്റഡി വെരി വെൽ, ആൻഡ് എനി ഡൗട്ട്സ് യു ഹാവ് ടു ബി ആസ്ക് മീ ഡയറക്ട്ലി ഓർ ത്രൂ വാട്സപ്പ്. ഓക്കെ, ബൈ. Next class we will meet.